നമസ്കാരം. വളരെ സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം സംസാരിക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എല്ലാവരും നമ്മുടെ ലോകമെമ്പുള്ള മലയാളികളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, സൂക്ഷിക്കേണ്ട സമയമാകുന്നു. സൂക്ഷിക്കേണ്ട സമയം എന്ന് വെച്ചാൽ നമുക്കറിയാം മറ്റെന്തെങ്കിലും അപകടം അല്ല. നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന 2 മാസം അല്ലെങ്കിൽ 3 മാസം, നവംബർ, ഡിസംബർ, ജനുവരി പാമ്പുകളുടെ ഇണചേരൽ സമയമാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. സൂക്ഷിക്കുക എന്നാൽ ചിലപ്പോൾ ഒരു പാമ്പോ 2 പാമ്പോ 2 അതിഥികളോ ഒരു അതിഥികളോ അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഇണചേരാനായി എത്തുന്നത്. ചിലപ്പോൾ ഒരു ജോഡി വരുമ്പോൾ അതിനോടൊപ്പം ചിലപ്പോൾ ഒരു ഫീമെയിലെ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു പെണ്ണെ കാണും, ചിലപ്പോൾ 2-3 ആണുങ്ങൾ കൂടി ആ പരിസരത്ത് കാണാൻ സാധ്യത കൂടുതൽ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഇണചേരാൻ തുടങ്ങുന്നത് അണലി അതിഥികൾ തമ്മിലാണ്. നവംബർ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ദിവസം മുതൽ അങ്ങോട്ട് ആദ്യം ഇണചേർന്ന് തുടങ്ങുന്നത് അണലി അതിഥികളാണ്. അപ്പോൾ സൂക്ഷിക്കാൻ പറയുന്നത്, ഇപ്പോൾ ഒരു അണലി അല്ലെങ്കിൽ 2 അണലികൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഹൈറ്റിൽ പുല്ല് വളർന്നു കിടന്നാൽ അല്ലെങ്കിൽ ചപ്പ് വളർന്നു കിടന്നാൽ അവിടെ വന്ന് ഇണചേരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ നവംബർ, ഡിസംബർ, ജനുവരി സമയങ്ങളിൽ കഴിവിൻ്റെ പരമാവധി നമ്മുടെ പറമ്പിൽ പുല്ലോ ചപ്പോ പടർന്ന് വളരാൻ അനുവദിക്കരുത്. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഈ വിറക് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ചിലപ്പോൾ തൊണ്ട് അഥവാ മടൽ അതല്ലെങ്കിൽ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ടാർപ്പാളം കൊണ്ട് മൂടി വെക്കും. അതും അപകടമാണ്. കാരണം ഇതിനകത്തൊരു മൂടലുള്ളതുകൊണ്ട് കാറ്റടിക്കുന്നില്ല, വെയിലടിക്കുന്നില്ല. അപ്പോൾ ഇണചേർന്ന് കഴിഞ്ഞാൽ ആ അതിഥികൾ ഇതിനകത്ത് വന്ന് സേഫായിട്ട് അങ്ങിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു കാലയളവ്, പ്രസവിക്കുന്ന കാലയളവാകുമ്പോൾ അതിനകത്ത് തന്നെ ആ ചപ്പിനകത്ത് അല്ലെങ്കിൽ ആ മൂടി വെച്ചിരിക്കുന്ന മൂടാപ്പിനകത്ത് തന്നെ പ്രസവിക്കാം. അവിടെ കുഞ്ഞുങ്ങൾ 4 ചുറ്റും പ്രൊട്ടക്റ്റായി ജീവിക്കും, അല്ലെങ്കിൽ അവർ 4 ചുറ്റും ചിതറി അങ്ങ് ജീവിക്കും. അതുപോലെ നവംബർ, ഡിസംബർ, ജനുവരിയാണ് മൂർഖനും ഇണചേരുന്നത്. പേടിക്കണമെന്ന് നമ്മളൊരിക്കലും ഇരിക്കാനുള്ള അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് അപകടങ്ങളുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ഈ കഴിഞ്ഞ കുറേ നാളുകളത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലല്ല കൂടുതൽ ആൾക്കാർക്കും പാമ്പ് കടിയേറ്റ്. നമുക്കറിയാം, ഇപ്പോൾ ഈ മലപ്പുറത്ത് വഴിക്കടവിൽ ഒരു മകൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത് ഷൂവിനകത്തോ മലക്കറിക്കടയുടെ അടുത്തുനിന്നോ നിന്ന് കടിയേറ്റ് മരണപ്പെട്ടു എന്നാണ് വാർത്ത. കടി കിട്ടിയത് അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തത്. അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ പല സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ പല സ്ഥലത്തും പല ആൾക്കാരും സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കൂ, നിങ്ങൾ ഭയപ്പെടേണ്ട കാലമാണ്, നിങ്ങൾ നവംബർ, ഡിസംബറാണ്, പാമ്പുകൾ ഇണചേരുന്ന സമയമാണ്, പാമ്പുകൾ ഇണചേരുമ്പോൾ വന്ന് കടിക്കും എന്നാണ്. അതല്ല, പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് ഒരിക്കലും പാമ്പുകൾ വന്ന് കടിക്കാൻ പോകുന്നില്ല. ഇണചേരുന്ന സമയത്ത് അവരുടെ ലോകത്ത് ആ ഒരു 2 പേർ അല്ലെങ്കിൽ ആ ഇണചേരുന്ന സമയത്ത് അവർ മറ്റൊന്നിനെയും ശ്രദ്ധിക്കുന്നില്ല, മറ്റൊന്നിനെയും കാണുന്നില്ല. ആ ഒരു പ്രക്രിയയിൽ മാത്രം ഒഴുകി നിൽക്കുന്നു. പക്ഷേ ഇണചേർന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു അതിഥിയെ കണ്ടുള്ള നമ്മൾ അതിലേ നടന്നു പോകുന്ന സമയത്ത് ആ പരിസരത്തിൽ ചപ്പിനകത്ത് വേറെ അതിഥി കിടക്കുമ്പോൾ അതിനെ ചെന്ന് ചവിട്ടിയിട്ട് നമുക്ക് കടി കിട്ടുന്നു. പിന്നെ ഒരു സംഭവം കൂടി പറയാം. നമുക്ക് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം, നമ്മൾ കൊറോണ സമയത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ പാമ്പ് അതിഥികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും കടിയിൽ കുറഞ്ഞിട്ടില്ല. കടിയുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ചില ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, ആരൊക്കെയോ വന്നതുകൊണ്ട് കേരളത്തിൽ പാമ്പ് കടിയില്ല, അതുകൊണ്ട് പാമ്പ് കടിയുടെ എണ്ണം കൂടി. പാമ്പ് കടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പാമ്പ് കടിയിട്ട് മരണപ്പെടുന്ന എണ്ണവും നമുക്ക് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഇണചേരുന്ന സമയം കൊണ്ട് മാത്രമല്ല, ഇണചേർന്ന് കഴിഞ്ഞ് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അണലി പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞുങ്ങൾ 4 വഴിക്കും ചിതറിപ്പോയി എവിടെയെങ്കിലും സേഫായിട്ട് വസിക്കുന്ന സമയത്ത് അറിയാതെ ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ ചവിട്ടി കടിയേൽക്കാം. നമ്മുടെ വീടിനകത്ത് കയറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ 14 കേസ്, നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം, ഞാനിപ്പോഴും അവയർനെസ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. ഇന്നലെ ഞാൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ 14 കേസിൽ ഇന്നലെ അറ്റൻഡ് ചെയ്തത്. ഈ 14 കേസിലും എനിക്ക് ഒരേ ഒരു വലിയ മൂർഖൻ അതിഥിയാണ് കിട്ടിയത്, ഒരേ ഒരു അണലി വലിയ അതിഥിയാണ് കിട്ടിയത്. ബാക്കിയെല്ലാം, അതായത് നമ്മുടെ ആ സീസൺ കഴിഞ്ഞപ്പോൾ 7 മാസം പിന്നിടുന്നു. മൂർഖനും ഇണചേർന്ന് അണലി അതിഥി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ പോയിട്ട് ഇപ്പോൾ 7 മാസം കഴിയും. അപ്പോൾ അത്രയ്ക്ക് സൈസ്, അതായത് 7 മാസത്തെ പ്രായമാകുമ്പോൾ ഒരാൾ ചവിട്ടി കടിയേറ്റാൽ
അവരുടെ ജീവൻ അപകടത്തിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മാരകമായൊരു വിഷമത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കുഞ്ഞുമോനെ 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. മോന് ബോധമില്ല, മോനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നു. ആ മോന് പൂജപ്പുരയിലാണ്. സ്വന്തം വീട്ടിൽ വെച്ച് ഒരു പാമ്പ് മോൻ്റെ വലത്തേക്കാലിൻ്റെ പത്തിയിൽ കടിച്ചു. മോൻ അറിഞ്ഞില്ല, മോൻ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞെങ്കിലും വീട്ടുകാരത്ര ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് മോൻ കുഴഞ്ഞു വീണപ്പോൾ അവരെടുത്ത് മെഡിക്കൽ കോളേജ് SIT കൊണ്ടുവന്നു. 2 മാസമാണ് ആ മകൻ SIT ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ കിടന്നത്, അബോധാവസ്ഥയിൽ കിടന്നത്. ഇപ്പോൾ ആ മോനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പോയി കണ്ടപ്പോൾ എന്നെപ്പോലെ എൻ്റെ ചങ്ക് തകർന്നു പോയി എന്നുള്ളത്. ആർക്കും ഒരു പാമ്പ് കടി കിട്ടാതിരിക്കട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, പാമ്പിൻ്റെ ഇണചേൽ സമയമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഭീതിജനകമായ കഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. അവരവരുടെ പ്രക്രിയ വനത്തിലാണ് നടക്കുക, അല്ലെങ്കിൽ കാടുകളിൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുകളിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ചപ്പ് ചവറുകൾ കൂട്ടി വെക്കാതിരിക്കുക, വിറവ് തൊണ്ടിങ്ങനെ സാധനങ്ങൾ അടുക്കി വെക്കാതിരിക്കുക. വീട്ടിനകത്ത് നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് കാണുന്ന മതിലിൻ്റെ മാളങ്ങൾ, അന്നന്ന് കാണുന്ന മാളങ്ങൾ അന്നന്ന് തന്നെ അടയ്ക്കുക. പിന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ കോമ്പൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ഗേറ്റിൻ്റെ അടിയിൽ കൂടി മാത്രമേ പാമ്പതിഥികൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ എങ്കിൽ നിങ്ങൾ ഡീസലോ മണ്ണെണ്ണയോ വാങ്ങി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ആ വരാനുള്ള സ്ഥലത്ത് ഒന്ന് ലേശം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പാമ്പതിഥികൾ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വരാതിരിക്കുന്നുണ്ട്. ഒരിക്കലും പാമ്പുകൾ ഇണചേരുന്ന സമയമാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാരകമായി ഭയപ്പെടേണ്ടതില്ല, എന്നാൽ ഭയപ്പെടേണ്ട സമയവും കൂടിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഇണചേരുന്ന സമയത്ത് 1-2 പേരെ നമ്മൾ കാണുകയുള്ളൂ. ആ പരിസരത്ത് ചിലപ്പോൾ എനിക്ക് 5-6 വരെ കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ലോകമെമ്പാടുമുള്ള മലയാളികളായ കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ മക്കൾക്കും അച്ഛനും അമ്മയുടെയും ജീവൻ്റെ വില മക്കൾക്ക് വിലപ്പെട്ടതാണ്. മക്കളുടെ ജീവൻ്റെ വില അച്ഛനും അമ്മയ്ക്കും വിലപ്പെട്ട. അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സൂക്ഷിക്കാനായി നിങ്ങളുടെ വീടിൻ്റെ പാമ്പുകളെ പേടിച്ച് കടിക്കുമെന്നുള്ള ഭയത്തോട് ജീവിക്കുന്ന ആൾക്കാർ പറമ്പ് വൃത്തിയാക്കിയിടുക. വീട്ടിനകത്ത് പാമ്പുകൾ കയറി വരാനുള്ള വഴികൾ അടച്ച് ഭദ്രമാക്കുക. എന്തായാലും വളരെ സന്തോഷം, ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു.